രാഷ്ട്രീയത്തിൽ സദാചാരം വേണമെന്നും നുണക്കോട്ടകൾ കെട്ടിയാണ് UDFന്റെ പ്രചാരണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDFന്റെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവർ ആരാണ് നമ്മൾ എതിർക്കുന്നത്, അവർ ശത്രുവിന്റെ ഭാഗത്താണെന്ന് പറയുക, അത് ശക്തിയായി പറയുക. പറയുമ്പോൾ നുണയാണെങ്കിൽ പോലും കേൾക്കുന്നവർക്ക് ആ തൊഴിലുണ്ടാകാൻ പാടില്ല. അവരെല്ലാവരും വിശ്വസിക്കണം സത്യമാണെന്ന്. അങ്ങനെ പുറത്തും പറയുമ്പോൾ അത് ബോധ്യമായി മാറും. അപ്പോൾ ജനക്കൂട്ടം നിങ്ങളെ സ്വീകരിക്കും. ഇതാണ് ഫാസിസ്റ്റ് പ്രചരണ ശൈലി. ഇതാണ് ഗോറിങ്ങിന്റെയും ഗീബൽസിന്റെയും ശൈലി. ഇതാണ് ഹിറ്റ്ലർ ഫാസിസം ലോകത്തെ പഠിപ്പിച്ച ശൈലി. ഈ ശൈലിയാണ് ഹിറ്റ്ലർ രാഷ്ട്രീയത്തിന്റെയും ഫാസിസത്തിന്റെയും ഇന്ത്യൻ പതിപ്പായ BJP RSSും എല്ലാ കാലത്തും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച ശൈലി. ആ ശൈലിയാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് സുഹൃത്തുക്കൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. BJP ശൈലി ഇവിടെ കോൺഗ്രസ് ശൈലിയാക്കി മാറ്റി. മഹാത്മാഗാന്ധിയുടെ പാർട്ടി എന്താണ് കോൺഗ്രസ് പാർട്ടി അവകാശപ്പെടാറുള്ളത്. പക്ഷേ ഗാന്ധി നെഹ്റു മൂല്യങ്ങളെല്ലാം ആ പാർട്ടി പൂർണ്ണമായും മറന്നിരിക്കുന്നു. മഹാത്മാഗാന്ധിയെ മറന്ന കോൺഗ്രസ്, നെഹ്റുവിനെ പൂർണ്ണമായിട്ട് തിരസ്കരിക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് പൂർണ്ണമായിട്ടും ഫാസിസ്റ്റ് RSSന്റെയും BJPയുടെയും രാഷ്ട്രീയ പാതയെ പിൻപറ്റിക്കൊണ്ട് അന്ധമായ ഇടതുപക്ഷ വൈരം നിലപാടായി മാറ്റിയപ്പോൾ ഒന്നിച്ച് അവരിപ്പോൾ പറയുന്നത് നമുക്കെതിരായ കള്ളങ്ങളാണ്. ആ നുണകൾ പറഞ്ഞുകൊണ്ട് അവർ മാത്രമല്ല, അവർക്ക് വേണ്ടി അവർട്ടയും പാടുപെടുന്ന കുറെ മാധ്യമങ്ങളുണ്ട് ഇവിടെ. മിക്കവാറും എല്ലാ മാധ്യമങ്ങളും, ദൃശ്യമാധ്യമങ്ങളിലേറെയും അതുപോലെ അച്ചടി മാധ്യമങ്ങളും, അവരെല്ലാം ചേർന്നുകൊണ്ട് നേരം വെളുത്ത് വീട്ടുന്നതെന്നറിയും പറയുന്നത് ഒരേ കള്ളങ്ങളാണ്. ആ കള്ളങ്ങളെല്ലാം നമുക്കെതിരായിട്ടുള്ളവയാണ്. സത്യത്തെ അവർ നുണകൊണ്ട് മുടിവെക്കാൻ ശ്രമിക്കുകയാണ്. സ്വന്തം പാത്രം കൊണ്ട് സത്യത്തെ മുടിവെക്കാൻ ശ്രമിക്കുന്ന ആ പാഴ്വേളയിലാണ് അവരൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പങ്കെന്താണ്? മറുഭാഗം സംഘടിതമായി തന്നെ UDF BJP വ്യത്യസ്തമില്ലാതെ തന്നെ ഒന്നാകെ ചേർന്നുകൊണ്ട് സത്യത്തിലെല്ലാം കുഴിച്ചുകൂടെ ശ്രമിക്കുമ്പോൾ നാം സത്യത്തിന്റെ കാവൽക്കാരാകുകയാണ്. അവർ നുണകൾ കൊണ്ട് കോട്ടക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ നാം ആ നുണക്കോട്ടകളെ ചെറുക്കേണ്ടവരാണ്. എല്ലാ നേരിന്റെയും വെട്ടം ഒതുക്കിടത്തിയിട്ട് അവർ ഇരുട്ടിനെ ഉപാസിക്കുമ്പോൾ നാം കൈകളിലും ഹൃദയങ്ങളിലും വെളിച്ചമാണ് കെട്ടിപ്പിടിക്കുന്നത്. ആ വെളിച്ചത്തിന്റെ കാവൽക്കാരായ നമുക്കതുകൊണ്ട് വിശ്രമിക്കാൻ അവകാശമില്ല. ഇലക്ഷൻ ഒന്നും വരട്ടെ, അടുത്ത മാസമോ അടുത്ത മാസം എപ്പോഴും വരട്ടെ, അത് എപ്പോൾ വന്നാലും ശരി, നാം പ്രഖ്യാപിക്കുന്നു, നാം സജ്ജരാണ്. UDFന്റെയും BJPയുടെയും എല്ലാ തരത്തിലുള്ള പ്രചാരണങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് LDFന്റെ കൊടുക്കൂല അത് വിജയത്തിന്റെ പതാകയാക്കി മാറ്റാൻ, നമ്മുടെ ഗവൺമെന്റിന്റെ ഭരണത്തെ വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി നാം സജ്ജരാണെന്ന് പറയാൻ വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത്. അതെല്ലാവരുടെയും ബോധ്യമാക്കി മാറ്റാൻ. വികസനത്തിന്റെ മൗലികമായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പരിഹരിച്ച സർക്കാരാണ് LDFന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, K രാധാകൃഷ്ണ MP, യൂജിൻ മോറോലി, VT ജോസഫ്, KV അബ്ദുൽ ഖാദർ, KP രാജേന്ദ്രൻ, PK രാജൻ, KG ശിവാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വികസന ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം ഒരുക്കിയത്. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുല്ലിരുട്ടാ. ഇപ്പൊ ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു.
ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.